ജിഷ്ണുവിന്റെ കുടുംബത്തോടുണ്ടാക്കിയ കരാർ അനുസരിച്ച് സർക്കാരിന്റെയും പോലീസിന്റെയും ഗൂഢാലോചനാവാദവും പൊളിയുകയല്ലേ? ശ്രീമതി എൽ തങ്കമ്മ, ഇപ്പോൾ കരാറിലെ നിർദ്ദേശങ്ങൾ വായിച്ചത് താങ്കൾ കേട്ട് കാണുമല്ലോ. ഇതനുസരിച്ച് സർക്കാരിന്റെ ഗൂഢാലോചനാവാദം പൊളിയുകയല്ലേ? ശ്രീമതി എൽ തങ്കമ്മ, കേൾക്കാമോ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഗൂഢാലോചനാവാദവും പൊളിയുകയും ഈ പത്രപരസ്യം വെറുതെ ആവുകയും ചെയ്തിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും പിണറായി വിജയന്റെ ഗവൺമെന്റ് വടി കൊടുത്ത് അടി വാങ്ങിച്ചിരിക്കുകയാണ്. ഇത്ര ലക്ഷം രൂപ പത്രക്കാർക്ക് കൊടുത്ത് ഈ പത്രത്തിന് കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഗവൺമെന്റ് കിട്ടിയിട്ടില്ല. ഈ പരസ്യം ഇടുകയും ആ പത്രങ്ങളും ചാനലുകളും ആ പരസ്യത്തിനെതിരായി കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാശ് ഖജന, ഇത് പിണറായി വിജയൻ ഒരു നഷ്ടവുമില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമല്ലേ, അല്ലാതെ പിണറായി വിജയന്റെ വസ്തു വിറ്റ് കൊണ്ടുവന്നിട്ടിരിക്കുന്ന പണമല്ലല്ലോ എടുത്തു കൊടുത്തത്. അപ്പോൾ ആ പണം പോയി. ഇനി ഒരു കാര്യം പറയാം, കോൺസ്പിറസിക്ക് ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒന്നാം പ്രതിയായി ചാർജ് ചെയ്യാൻ കഴിയുന്ന പരൂർ ദേവരാജനെയാണ്. അദ്ദേഹം അതിൻ്റെ അടുത്ത പ്രതിമയായിട്ട് റിപ്പോർട്ടായിരുന്നു. അപ്പോൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് വേണമെങ്കിൽ പരൂർ ദേവരാജന്റെ പേരിൽ അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി. എന്തിനാണ് മൂകസാക്ഷിയായി, മാപ്പ് സാക്ഷിയായി ഈ സംഭവം നോക്കി നിന്നത് എന്ന് പറഞ്ഞ് ദേവരാജന്റെ പ്രതിമയ്ക്കെതിരെയും ലോക്നാഥ് ബെഹ്റ കേസെടുത്താൽ, കോൺസ്പിറസിക്ക് കേസെടുത്താൽ അത്ഭുതപ്പെടാനില്ല. അത്ര ശൂരവീര പരാക്രമിയാണ് ലോക്നാഥ് ബെഹ്റ. ഞാനൊരു കാര്യം പറയാം, ഷാജഹാനോടുള്ള വൈരനിര്യാതന ബുദ്ധി മാത്രമാണ് ഇപ്പൊ അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ചിരിക്കുന്നത്. നമുക്ക് തോക്ക് സാമ്യം വിടാം. ഹീസ് എ ബോൺ ക്രിമിനൽ. അയാൾ വരുന്നത് എറണാകുളത്തെ ജയിലിൽ നിന്നാണ്. അയാൾ ക്രിമിനലാണ്. അയാളുടെ പേര് എന്ത് വേണം എടുത്തോട്ടെ, പക്ഷേ ഒരു ക്രിമിനൽ ആയിരിക്കാം, ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരിക്കാം, പക്ഷെ എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ എന്ന് പറയുമ്പോഴും ആ സമരത്തിലോ അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നോ അതുപോലും അറിയാതെ വന്ന് പെടുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ പേരിലാണ് ഗൂഢാലോചന കുറ്റം ചുമത്തി അകത്തിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ മഞ്ജുഷേ, ഇതിലൊരു കോൺസ്പിറസി നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാം പ്രതി കേരളത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോക്നാഥ് ബെഹ്റയാണ്. അങ്ങയുടെ പേരിൽ വേണം അങ്ങേരെ ഒന്നാം പ്രതി. ചെറിയാൻ ഫിലിപ്പ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും പറയുകയുണ്ടായി, ഇപ്പോൾ ദേവരാജൻ മാഷിന്റെ പ്രതിമയുടെ പേരിൽ പോലും കേസെടുക്കാമല്ലോ എന്ന്. കാരണം ഈ DGP ഓഫീസിന്റെ മുന്നിൽ തന്നെയാണ് ദേവരാജൻ മാഷിന്റെ പ്രതിമ ഉള്ളത്. അതായത് സമരം കണ്ടു നിൽക്കുന്ന ആളുകളുടെ പേരിൽ പോലും കേസെടുക്കുന്ന ഒരു പോലീസാണോ ഉള്ളത്? എന്നിട്ട് ആ ഗൂഢാലോചന ഇന്നത്തെ കരാറിലൂടെ പൊളിയുകയും ചെയ്യുകയാണ്. അങ്ങനെ പൊളിച്ചെന്ന് പറയാൻ പറ്റില്ല. ഗൂഢാലോചനയെ സംബന്ധിച്ച് എന്താണ് കരാർ വ്യവസ്ഥകൾ വ്യക്തമായിട്ടില്ല. എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട അതായത് രണ്ടുപേർ ഈ കരാർ അംഗീകരിച്ച ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങളിൽ ഒരാളാണ് ശ്രീജിത്ത്. അദ്ദേഹം പറയുന്നത് താങ്കൾ കേട്ടുവല്ലോ, ഈ ഗൂഢാലോചനയൊന്നും നിലനിൽക്കുന്നതല്ല എന്ന്. അതായത് കരാറിൽ മിനിയും ശ്രീകുമാറും ഒക്കെ അവർ പറഞ്ഞിട്ട് വന്ന ആളുകൾ തന്നെയാണെന്ന്. അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ഗൂഢാലോചന ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്നു. അതേസമയം പത്രപരസ്യത്തിന്റെ കാര്യം പറഞ്ഞു, അത് ഈ പുതിയ ഒരു വഴക്കമല്ല. ഇന്ത്യയിൽ തന്നെ DAVPയും PRDയും ഒക്കെ പലതവണ പത്രം കൊടുത്തിട്ടുണ്ട്, പരസ്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് റെയിൽവേ സമരം നടന്നപ്പോൾ പരസ്യം കൊടുത്തിട്ടുണ്ട്. മിച്ചഭൂമി സമരം AKG പത്രപരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കരാറിലൂടെ. അല്ലല്ല, പത്രത്തിൽ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്ന നടപടികളാണ്. അതിൽ തെറ്റൊന്നുമില്ല. അത് വളരെ സവിസ്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ടാവാം. അത് കാരണം പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ പത്രപരസ്യം കൊടുക്കുന്ന തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. മുത്തങ്ങ സമരം നടന്നപ്പോൾ പരസ്യം കൊടുത്തിട്ടുണ്ട്, മാറാട് കിടാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഭരിച്ച സർക്കാരുകളെല്ലാം പത്രപരസ്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പരസ്യം കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ പറയുന്ന മഹിതയോട് മുഖ്യമന്ത്രി സംസാരിച്ച വിഷയങ്ങൾ ഒരു പത്രത്തിലും വന്നില്ല. അതിനുശേഷം അന്ന് തന്നെ ഈ മഹിതയുടെ അറസ്റ്റിൽ സത്യാഗ്രഹം നടന്ന ദിവസം തന്നെ മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പോലീസ് ആക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. പോലീസ് പറഞ്ഞ പ്രശ്നമായിരിക്കാം, പക്ഷെ അതല്ല പറഞ്ഞത്. പ്രധാനമായിട്ടും
ഈ പത്രപരസ്യത്തിൽ ഉണ്ടായിരുന്ന കൂടുതൽ കാര്യങ്ങളും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച ഈ പ്രസ്താവനയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലത്തെ പ്രമുഖ പത്രങ്ങളെല്ലാം ഈ പ്രസ്താവന അതേപടി തന്നെ 1-ാം പേജിൽ തന്നെ കൊടുത്തതുമാണ്. ഇതിലെ പല കാര്യങ്ങളും തന്നെയായിരുന്നു ആ പരസ്യത്തിൽ ഉണ്ടായിരുന്നു, മുഴുവനായിട്ടുണ്ടായിരുന്നു. ഈ പ്രസ്താവന മുഴുവനായിട്ടും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു. അതേപടി ഉണ്ടാകും, പക്ഷേ പ്രധാനപ്പെട്ട പത്രം ഉണ്ടായിരുന്നില്ല. അതേസമയം പത്രങ്ങളിൽ നിന്നല്ല ഈ പറയുന്ന മുഖ്യമന്ത്രി ചേളാരി നടത്തിയ പ്രസംഗം വളരെ വളച്ചൊടിച്ചാണ് പല പത്രങ്ങളും കൊണ്ടുവന്നത്. അപ്പോൾ ഗവൺമെന്റ് ധാരാളം കാര്യങ്ങൾ അത് വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളം പറയേണ്ടി വരും. അതുകൊണ്ട് വളച്ചൊടിച്ചു കൊടുത്തതിന്റെ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ നയം എന്താണെന്ന് കൃത്യമായി പത്രങ്ങൾ കൊടുത്തത് തെറ്റൊന്നുമല്ല. അതൊരു തെറ്റായ കീഴ്വഴക്കമല്ല. പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ കരാറിലൂടെ അങ്ങനെ പറയാൻ പറ്റില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ എല്ലാം ശരിയാണ്. അതേസമയം ചില കാര്യങ്ങളിൽ മാത്രമാണ് ഈ കരാറിൽ ചില മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയമാണ് കേരളത്തിലെ പോലീസ് നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയമാണോ ഈ അമ്മയെ ചവിട്ടിയത്, ഈ വലിച്ചടിച്ചത്, ഈ ഗോഡ്സ് പ്രസിക്ക് വേണ്ടി കേസെടുത്തത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ചെറിയാൻ ഫിലിപ്പ് എത്രയോ സമരത്തിൽ. ഇവിടെ ഞാനൊരു കാര്യം പറയാം. വിദ്യാർത്ഥി യുവജന ബഹുജന പ്രക്ഷോഭണത്തിലൂടെ വളർന്നു വന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. കയ്യൂർ സമരം എന്താ, കരുവള്ളൂർ സമരം എന്താ, പുന്നപ്ര വയലാർ സമരം എന്താ? പരസ്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നത് പത്രക്കാരെ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പരസ്യത്തിൽ ക്യാരി ചെയ്യപ്പെട്ടതിനേക്കാൾ മനോഹരമായി വിഷ്വൽ കണ്ടന്റോടുകൂടി ആ എൻ്റെയർ കണ്ടന്റ് കേരളം മുഴുവൻ ക്യാരി ചെയ്യപ്പെടുമായിരുന്നു. അതിനിങ്ങനെ പണം മുടക്കി പരസ്യം കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് ആദ്യത്തെ സംഭവം അല്ലെന്നുള്ളത് ഞാനും ഏകീകരിക്കുന്നു. രണ്ടാമത്, ആ പരസ്യത്തിന്റെ കണ്ടന്റിനെ മുഴുവൻ ഇന്ന് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് അതിന്റെ ഇൻസ്പിരിറ്റ് ആൻഡ് ഇൻ ലെറ്റർ ഇപ്പൊ ഈ വന്ന എഗ്രിമെന്റ് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം പുറത്തു വരുന്നത്. പോലീസിന്റെ അതിക്രമം ഇല്ലെങ്കിൽ പിന്നെ എന്താ അന്വേഷിക്കാനാണ്? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അന്വേഷിക്കാനാണ്? മുഖ്യമന്ത്രി ബ്ലാങ്കറ്റായിട്ട് പറയുകയാണ് ഇത്. ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞ കാര്യമായതുകൊണ്ട് അത് വീണ്ടും വിടാം, അതിലേക്ക് കൂടുതൽ പോകാതെ. പക്ഷെ പോലീസ് നയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ടതുണ്ട്. മംഗളത്തിന്റെ പത്രാധിപരെ കയ്യാമം വെച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. എന്ത് ഘോര കുറ്റമാണ് അദ്ദേഹം ചെയ്തത്? ഇത് നിങ്ങൾ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നത് നാളെ നിങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെടുന്നത്. ഇതൊന്നും ഇടതുപക്ഷത്തിന്റെ നയമാണെന്ന് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നാളെ KM ഷാജഹാനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. നാളെ അദ്ദേഹം നിയമപരീക്ഷ എഴുതാൻ പോവുകയാണ്. നാളെ കയ്യാമം വെച്ചായിരിക്കും അദ്ദേഹത്തെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുവരുന്നതും. ശ്രീ പി പ്രസാദ്, ഇന്നത്തെ ഈ കരാറിനെ കുറിച്ച് താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? പ്രതിപക്ഷത്തിന്റെ ആദ്യ ആരോപണം വന്നു കഴിഞ്ഞിരിക്കുകയാണ്, ഒരു ട്രേഡ് യൂണിയൻ കരാറാണെന്ന്. ഇല്ല, അതൊരു ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നൊരു വാചകമാണ്. ട്രേഡ് യൂണിയൻ കരാറായിട്ട് മോശമാണെന്നുള്ളൊരു ധാരണ വേണ്ട. ട്രേഡ് യൂണിയൻ കരാറുണ്ടാക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ്. ട്രേഡ് യൂണിയൻ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാർത്ഥി സമരം നടക്കുന്ന അവസരത്തിൽ കരാറുണ്ടായിട്ടുണ്ട്. ഒരു ജനാധിപത്യ ഭരണക്രമം നടക്കുന്നിടത്ത് ജനങ്ങളോട് ഈ പ്രതിപത്തിയുള്ളൊരു ഭരണകൂടം ഇത്തരം കരാറിൽ ഏർപ്പെടുന്നതിൽ ഒരു കുഴപ്പവുമില്ല. കരാർ നന്നായിട്ടുണ്ട്. സമരം ചെയ്തിരിക്കുന്ന ആൾക്കാരോട് വാക്കാലൊരു പറച്ചിൽ മാത്രമല്ല, അത് കരാറായി എഴുതി കൊടുക്കാനും കൂടി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ കരാറിനകത്ത് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കേരളത്തിൽ നേരത്തെ കാര്യങ്ങളിൽ നിന്ന് ചില തിരുത്തലുകൾ ഉണ്ടാവേണ്ടി വരുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞ ഗൂഢാലോചനയും മറ്റും കാര്യത്തിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളിലേക്കാണോ കേരളത്തിലെ പോലീസ് ഒരു ഭരണകൂടത്തെ കൊണ്ടുപോകാൻ പരിശ്രമിച്ചത് എന്നുള്ള കാര്യത്തെ കൂടി ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതുമായി ചേർത്ത് വെക്കുന്ന അങ്ങനെയെങ്കിൽ ശ്രീ പി പ്രസാദ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് തന്നെയാണല്ലോ പത്രപരസ്യത്തിലൂടെ പുറത്തു വന്നത്. ഈ പരസ്യത്തിന് ചെലവാക്കിയ കാശ് മുഴുവൻ പാഴായി. പത്രപരസ്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുവോ അതിന് ഘടകവിരുദ്ധമായുള്ള കാര്യങ്ങൾ തന്നെയാണ് കരാറിൽ വന്നിരിക്കുന്നത്. പത്രപരസ്യത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ കരാറിനകത്തുനിന്ന് ഇപ്പോൾ കരാറിനെ കുറിച്ച് വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ആരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിങ്ങനെ അവതരിപ്പിച്ചത്? അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. തീർച്ചയായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ പരിശോധന നടത്തും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പോലീസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തലപ്പത്തോ ഉള്ള ആരെങ്കിലും പരിശ്രമിച്ചാൽ അതിന് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. അത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ IGയുടെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു, DGPയുടെ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം വന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇങ്ങനെയെല്ലാം ഒരുപാട് ഇടപെടുന്ന കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞ് ഇടപെടുന്ന കാര്യത്തിലെല്ലാം
ഇത്തരം നിലപാടുകൾക്ക് അനുസൃതമാവേണ്ടതില്ല എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പരസ്യത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരാറിനകത്തെ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും എന്തുകൊണ്ട് ഈ പരസ്യത്തിനകത്തേക്ക് ഇത്തരം മെറ്റീരിയൽസ് എവിടുന്ന് വന്നത്, എവിടുന്നാണ് ഈ വസ്തുതകൾ എന്ന് പറഞ്ഞത് എവിടുന്നാണ് എല്ലാം വന്നത്, ആ കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഗവൺമെൻറ് അത് പരിശോധിക്കുന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഓതിക്കൊടുക്കുന്നവരെ കണ്ണുമടച്ച് വിശ്വസിച്ചാൽ മുഖ്യമന്ത്രി ഇനിയും കുഴപ്പത്തിലാവുകയില്ലേ? ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യാം. ശ്രീ ജോസഫ് സി ബാത്തി, ഇപ്പോൾ ഓതിക്കൊടുക്കുന്നവരെ അതേപോലെ തന്നെ വിശ്വസിച്ചുകൊണ്ട് അബദ്ധത്തിൽ ചാടുകയാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശമാണല്ലോ പി പ്രസാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്, പത്രപരസ്യത്തെ പരാമർശിച്ചുകൊണ്ട്. അതിൽ ഇപ്പോൾ ഈ കരാറിലൂടെ തിരുത്തൽ വരുത്തേണ്ടി വന്നത് പരാമർശിച്ചുകൊണ്ട്. അതങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല മഞ്ജുഷ്. ഇപ്പോൾ ഇന്ന് സാവു പ്രകാശ് കാരാട്ട് നടത്തിയ പത്രസമ്മേളനം ഇന്നലെ കമ്മ്യൂണിസം ഭരണത്തിലിരിക്കുമ്പോൾ ഒന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊന്നുമായിട്ടുണ്ടോ? ഭരണത്തിലിരിക്കുമ്പോഴും ഈ നയം നടപ്പിലാക്കണം എന്നല്ലേ പറയേണ്ടത്. ഇത് നിങ്ങൾ പ്രതിപക്ഷത്തല്ലെന്ന് ഓർമ്മ വേണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണ്? CPIയോട്, അത് CPIയോടാണെങ്കിലും ആരോടായാലും കോൺസ്റ്റിറ്റ്യുവൻസിനോട് പറയുന്നതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ ഒരു നയവും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയവും വേണമെന്ന് പരസ്യമായി പറയുന്നത് എനിക്കറിയത്തില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ അതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും വരുന്നു. ഇത് ഇവിടെ മാത്രമല്ലല്ലോ. ഞാൻ നമ്മുടെ വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോഴും അത് ലഭിക്കുന്നില്ല. ഒരു പ്രസിഡൻസ് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ പൊതുപ്രവർത്തകർ സമരരംഗത്ത് വരുന്നവർ അറസ്റ്റിലാക്കപ്പെടുന്നത് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ മറ്റുള്ളവരോടൊപ്പം അറസ്റ്റിലാക്കപ്പെടാം, പക്ഷേ ബന്ധുക്കൾ രക്തബന്ധമുള്ളവരെ അല്ലാത്തവരെന്ന് വേർതിരിക്കുകയും അല്ലാത്തവരെ അകത്താക്കുകയും ചെയ്യുന്ന ഒരു വേർതിരിവ് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അങ്ങനത്തെ ഈ രണ്ടുപേരുടെ കാര്യത്തിൽ അവ്യക്തത അല്ല, മറ്റൊന്നുകൂടെ ഞാൻ പറയട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഡീസെൻട്രലൈസേഷനെ കുറിച്ച് ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടുന്ന മന്ത്രിസഭയാണിത്. EMSൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള രീതിയിൽ ജനകീയ ആസൂത്രണം അവതരിപ്പിക്കപ്പെടുന്നു. തോമസ് ഐസക് അതിൻ്റെ ഒരു വലിയ വക്താവായിരുന്നു. ഇപ്പം നോക്കൂ, പഞ്ചായത്ത് രാജ് ആക്ട് ഉൾപ്പെടെ അമെൻഡ് ചെയ്യാൻ നോക്കുന്നു. മദ്യശാലകളുടെ കാര്യത്തിൽ, മറ്റ് വ്യവസായശാലകളുടെ കാര്യത്തിൽ ആ നിയമം വരുന്നു. ലാൻഡ് അക്വിസിഷൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിലെടുത്ത നടപടിക്ക് വിരുദ്ധമായുള്ള സാധനം വരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും രണ്ട് സ്വരത്തിൽ ഒരു പാർട്ടിക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ പോയാൽ ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് സിംഗൂരിലെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശകർ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നത് ബംഗാളിലെ സ്ഥിതി കേരളത്തിലും വന്നുകൂടായികയില്ല എന്ന്. അത് കേരളത്തിലെ CPMനെയും ഇടതുപക്ഷ മുന്നണിയെയും അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ബോധപൂർവ വിചാരണമാണ്. അത്തരം കാര്യങ്ങളൊന്നും അതെങ്ങനെയാണ് വിമർശനാത്മകമായി തന്നെ CPI പോലും ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. പ്രായോഗികമായ രാഷ്ട്രീയം അവർ പ്രയോഗിക്കുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇടത് സഹയാത്രികരായ താങ്കളെ പോലുള്ളവർക്ക് ഇത് മനസ്സിലാകാതെ വരുന്നത്? ഇവിടെ തന്നെ സർക്കാർ മുട്ടുമടക്കി എന്ന രീതിയിലുള്ള പുറത്തേക്കുള്ള സന്ദേശം അത് തന്നെയാണ്. കാരണം ഈ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും പിൻവലിക്കേണ്ടി വന്നിരിക്കുകയാണ്. പരസ്യത്തിൽ പറഞ്ഞ 12 കാര്യങ്ങൾ ഒരു പാർട്ടിയിൽ മാത്രമാണ് ചെറിയ മാറ്റമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഗവൺമെന്റിന്റെ പ്രഖ്യാപന നിലപാടാണ്. ഇവിടെ ഈ CPM മാത്രമല്ല ഭരിക്കുന്നത്, ഒരു മുന്നണിയാണ്. LDF മുന്നണിക്ക് എന്ന് പറയുന്ന മുന്നണിക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ തന്നെ ഈ സമരം അവസാനിപ്പിച്ചു. കാനം രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും കൂടെ ഉൾപ്പെട്ട് മറ്റു പല ആളുകളെ കൂടിയാലോചിച്ചിട്ട് ആ കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഒത്തുതീർപ്പുണ്ടായത്. അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നയമുണ്ട്. പ്രകടനപത്രികയിൽ പറയുന്ന കാര്യങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ ആ തിരുത്തി മുന്നോട്ട് പോകുന്ന സമീപനമുണ്ട്. ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സർക്കാരിനെ സംബന്ധിച്ചും മറ്റേ പോലീസ് സംബന്ധിച്ച് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ പാളിച്ചകളെല്ലാം മാറ്റിക്കൊണ്ട് വിഷു കഴിഞ്ഞാൽ അതിശക്തമായി തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകും. അതിന് ഒരുമയുള്ള ഒരു നേതൃത്വം CPMനുണ്ട്. ഘടകകക്ഷികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതെല്ലാം പരിഹരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ കാനം രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും ഒരുമിച്ച് സംസാരിക്കുകയും കൂടിയാലോചിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പൊതുവായ കാര്യങ്ങളിൽ കൂടിയാലോചന പരിഹരിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ പേരിൽ പ്രകാശ് കാരാട്ടിനെ പോലെ ആളുകൾ വിമർശനം നടത്തിയിട്ടുണ്ട്. ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ശ്രീ ബിജു, ഇപ്പോൾ നിങ്ങളുടെ നേതാക്കളുടെ കാര്യത്തിൽ ഗൂഢാലോചനയിൽ നിന്നും ചിലപ്പോൾ വിടുതൽ കിട്ടിയേക്കാം, ഇത്തരത്തിലുള്ള കരാറുകൾ വന്നതുകൊണ്ട്. പക്ഷേ KM ഷാജഹാന്റെ കാര്യത്തിൽ ഈ ഉറപ്പും വന്നിട്ടില്ല. KM ഷാജഹാൻ എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ കേരളത്തിലെ എല്ലാ പൊതുവിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
അദ്ദേഹത്തെ തടങ്കൽ വെക്കാൻ വേണ്ടി തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്. SUCയെ സംബന്ധിച്ചിടത്തോളം KM ഷാജഹാനെ ഒരു നിമിഷം പോലും അകത്ത് വെച്ചിരിക്കാൻ പാടില്ല. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ജനകീയ സമരങ്ങളിലും SUCI മുൻനിരയിൽ നിന്ന് തന്നെ ആ വിഷയം ഉന്നയിക്കാൻ പോവുകയാണ്. SUCയുടെ നേതാക്കൾ പുറത്തേക്ക് വരിക എന്ന് മാത്രമല്ല, ഈ പൊതുവിഷയത്തിൽ ഇടപെട്ട KM ഷാജഹാൻ അടക്കം പുറത്തു വരണം. ഈ 4 പേരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അകത്തായത്. എവർക്ക് മേലാണ് ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നത്. ജനാധിപത്യ സമര രീതി, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലംഘനം ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കേരളത്തിലെ പൊതുസമൂഹം, സമരരംഗത്തുള്ള പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ നിലപാട് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കേരളത്തിൽ സമര അന്തരീക്ഷം കെടുത്തുന്നതിന് തുല്യമായിരിക്കും. ഇടതുപക്ഷ പേരുള്ള ഏത് പ്രസ്ഥാനവും ജനാധിപത്യ ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗത്തേക്ക്, പൊതുവിഷയങ്ങളിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും പ്രസ്ഥാനങ്ങളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കേണ്ടത്. അവിടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനങ്ങൾ എടുക്കേണ്ടുന്ന നിലപാടുകൾ ഖേദകരെന്ന് പറയട്ടെ, CPI അടക്കം ആ വിഷയത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. CPM ആ നിലപാടുമായിട്ടാണ് മുന്നോട്ട് ഇതുവരെയും വന്നത്. അതിൻ്റെ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒരു വിഷയം കൂടി ചർച്ച ചെയ്യുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസിനെ വെള്ളപൂശി IG-യുടെ റിപ്പോർട്ട് തള്ളേണ്ടി വരുമോ സർക്കാരിന് ഈ കരാറിലൂടെ? ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോസഫ് സി മാത്യു, IG-യുടെ റിപ്പോർട്ട് പൂർണ്ണമായും പോലീസിനെ വെള്ളപൂശുന്നതാണ്. ഇപ്പോൾ കരാർ നടപ്പാക്കി കഴിഞ്ഞാൽ IG-യുടെ റിപ്പോർട്ട് തള്ളേണ്ടി വരും സർക്കാരിന്. പക്ഷേ ഈ IG-യുടെ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങളെല്ലാം നേരത്തെ മുഖ്യമന്ത്രി അംഗീകരിച്ച കാര്യമാണ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച കാര്യമാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് IG റിപ്പോർട്ടിലും എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ പരസ്യമായി തള്ളേണ്ട ഒരു ഗതികേടിലേക്ക് പോകുമോ? മുഖ്യമന്ത്രി അതിന് തയ്യാറാകുമോ? മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ കാര്യം, പരസ്യത്തിൽ പറഞ്ഞ കാര്യം, അതെല്ലാം തള്ളിയല്ലോ. അപ്പോൾ പിന്നെ IG-യുടെ റിപ്പോർട്ട് എന്ന് പറയുന്ന അത്ര വലിയൊരു വേദവാക്യമൊന്നുമല്ല. നേരത്തെ സാഹു കാനം പറഞ്ഞ പോലെ അത് അത് കൊടുത്തു കഴിഞ്ഞോ എന്ന് പോലും നമുക്കറിയില്ലല്ലോ. കാരണം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി പറയുന്ന ഒരു ന്യായം അതും കൂടി കഴിഞ്ഞിട്ട് വേണം റിപ്പോർട്ട് കൊടുക്കാൻ എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒഫീഷ്യലി അത് കൊടുത്തു കഴിഞ്ഞോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ പരസ്യമായൊരു പൊസിഷൻ എടുക്കുകയും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി ആക്രോശിക്കുകയും ചെയ്ത ആൾ ഈ IG മനോജ് എബ്രഹാമാണ്. അദ്ദേഹത്തെ തന്നെ അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് തന്നെ ശരിയായില്ല എന്നാണ് എനിക്ക്. കാര്യം അദ്ദേഹം അതിലൊരു കക്ഷിയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും ബയസ്ഡായിട്ട് വരാനാണ് സാധ്യത മുഴുവൻ. പക്ഷേ ആ റിപ്പോർട്ടിലൊന്നും കാര്യമില്ല. ഇവിടെ പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്ത ഇൻസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നു, നേരിട്ട് കണ്ടിരിക്കുന്നു. അത് അതിലും വലിയൊരു തെളിവില്ല. ബൂട്ടിട്ട് ചവിട്ടിയ പാടുകൾ ഇനി കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ ആരാണ് ഏറ്റവും വലിയ തെളിവ്? എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ നിരാഹാര സമരം അവസാനിച്ചിരിക്കുകയാണ്. 10 ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളാണ് ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജിഷ്ണുവിന്റെ അമ്മയും ബന്ധുക്കളും ജിഷ്ണുവിന്റെ സഹോദരിയും നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇനി വാർത്തകൾ ഇതുവരെ.